ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഡേ ഔട്ടാണ് കാണിക്കുന്നത്. ഞാൻ ആരാ എന്താ എന്നൊന്നും നിങ്ങൾക്കറിയില്ല. അപ്പം ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് തുടങ്ങിയ വീഡിയോ എടുപ്പാണ്. എൻ്റെ അപ്കമിങ് വീഡിയോസിൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പം എൻ്റെ എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് ചെന്നൈയിൽ വന്നേക്കുവാണ്. പിന്നെ ഈ വീഡിയോസിലാണെങ്കിൽ ഭയങ്കര ഷേക്കിംഗ് ഉണ്ട്. അത് നിങ്ങളൊന്ന് ക്ഷമിച്ച് തന്നേ പറ്റുള്ളൂ, കാരണം എനിക്ക് വീഡിയോസ് എടുക്കാൻ അറിയില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് മെമ്മറീസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിന്നിപ്പോൾ പോകുന്നത് എന്ന് പറയുമ്പം നമ്മുടെ ചെന്നൈയിൽ എറോ ഹബിലോട്ടാണ്. ചെന്നൈയിലുള്ള എയർപോർട്ടിൻ്റെ അകത്തുള്ള മോള്, അകത്തുള്ള മാളല്ല, എയർപോർട്ടിലുള്ള മോള്. അപ്പം എൻ്റെ അവിടെ നിന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്ത് നിന്ന് നെക്സ്റ്റ് സ്റ്റോപ്പാണ് എറോ ഹബ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലം പലാവരം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് ട്രെയിനിൽ ഒരു 5 to 10 minutes അടുപ്പിച്ച് വരുന്നുള്ളൂ ട്രാവൽ. അപ്പം അങ്ങോട്ട് പോകുന്ന വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നെക്കുറിച്ച് അറിയാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ദീപാവലി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ പോകുന്നതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു ട്രെയിനിൽ. കാരണം ഇവിടെ ലീവാണല്ലോ. അപ്പോൾ എല്ലാവരും പുറത്തോട്ട് ചില്ല് ചെയ്യാൻ ഇറങ്ങുന്നത് കൊണ്ടും നല്ല റഷ് ഉണ്ടായിരുന്നു. എന്നെ ഇപ്പോൾ കടന്ന് ഈ ഒരു ചേച്ചി പോയത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്നെ തള്ളിയിടാൻ പോയിട്ടാണ് പോയത് പുള്ളിക്കാരി. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ സബ്വേക്കുഴി, റെയിൽവേ സ്റ്റേഷനിൽ സബ്വേക്കുഴി എയർപോർട്ടിലെത്തി. ഇതാണ് എറോ ഹബ്. എറോ ഹബിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഷോപ്സ് ക്ലോസ്ഡ് ആണ് കേട്ടോ, വന്നിട്ടില്ലാത്തതുകൊണ്ട്. ഫസ്റ്റ് നമ്മൾ പോയത് യൂസ്റ്റേലാണ്. കുറച്ച് ചപ്പൽ കളക്ഷൻസ് നോക്കാനാണ്. റേറ്റും അങ്ങോട്ട് ഒക്കുന്നില്ല, സ്റ്റൈലും അങ്ങോട്ട് ഒക്കുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ സ്വാഭാവികമായിട്ട് ഗേൾസിൻ്റെ കണ്ണെല്ലാം ഓടുന്നത് മിനിസോയിലോട്ടാണ്. അപ്പം അങ്ങോട്ട് പോയി. പിന്നെ എനിക്ക് മിറേഴ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കുറച്ച് മിറേഴ്സ് കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ ലാസ്റ്റ് മന്ത് വന്നപ്പോഴത്തേക്കും മിറർ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. ഇത് 2x ഉള്ള ഒരു മിറർ ആയതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കുഞ്ഞു കാർഡ്സൊക്കെ ഇട്ട് വെക്കുന്ന പേഴ്സും അങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാ റേറ്റാണ്, അതുകൊണ്ട് അതും അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി. സെക്കൻഡ് ഫ്ലോറിലും എന്താ ഇതെടുക്കത്തെ കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് തുറക്കാത്ത ഷോപ്സ് ഉണ്ട്. പിന്നെ അവിടെ ഒന്നും കാണിക്കാനില്ല. പിന്നെ നമ്മൾ നേരെ തേർഡ് 4th ഫ്ലോറിലോട്ട് ഫുഡ് കോർട്ടിലോട്ട് പോയി. ഫുഡ് കോർട്ടിൽ പോയി നമ്മൾ നമ്മുടെ വേഫേഴ്സ് മേടിച്ചു. വേഫേഴ്സ് മേടിച്ചു. ലണ്ടൻ ആൻഡ് കോന്ന് വേഫേഴ്സ് മേടിച്ചു. അവിടുത്തെ വേഫേഴ്സ് ഷോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ എറോ ഹബിൽ പോയാലും വേഫേഴ്സ് കഴിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വേഫേഴ്സ് ആയതുകൊണ്ട് ഫസ്റ്റ് മിൽക്ക് ചോക്ലേറ്റിൻ്റെ വേഫേഴ്സ് വിത്ത് ഓറിയോ ടോപ്പിങ്സും, പിന്നൊരു ലണ്ടൻ ആൻഡ് കോ അല്ല, വേഫേഴ്സ് കോയില അവിടെ നിന്നാണ്. ലണ്ടൻ ആൻഡ് കോ എന്നാണ് കേട്ടോ. ഇവർക്ക് നല്ല വേഫേഴ്സുമാണ്, നല്ല കസ്റ്റമർ സർവീസുമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് എറോ ഹബ് വെസ്റ്റും ഉണ്ട് ഈസ്റ്റും ഉണ്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് പോയത് വെസ്റ്റിലാണോ എന്നറിയില്ല. ഫുഡ് കോർട്ടുള്ള സ്ഥലത്താണ്. ഫുഡ് കോർട്ടിൽ പോയിട്ട് നമ്മൾ KFC കയറി. KFCന്ന് ഓൾ ചിക്കൻ ബോക്സ് എന്ന് പറയുന്നൊരു മീൻ കഴിച്ചു. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ വന്നപ്പം നല്ല മഴയുണ്ടായിരുന്നു. ചെന്നൈയിൽ നല്ല വെള്ളവും ഉണ്ടായിരുന്നു. വെള്ളവും മാത്രമല്ല, തെളിയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൂമിലെത്തി.